ഭൂമിക്ക് എന്തുപറ്റി? ഇപ്പോൾ നമ്മുടെ ഈ സുന്ദരമായ ഭൂമിയിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നതായി പഠനങ്ങൾ പറയുകയാണ്. ഭൂമി നിലവിൽ മുൻപത്തേക്കാൾ വേഗത്തിൽ കറങ്ങുന്നു എന്നാണ് ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തൽ. നിലവിലെ വിവരങ്ങൾ അനുസരിച്ച് ഈ സ്ഥിതി തുടർന്നാൽ 2029 ക്ലോക്കുകളിൽ നിന്ന് ഒരു ലീപ് സെക്കൻഡ് ഒഴിവാക്കേണ്ടി വരുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. പഠനങ്ങളിൽ പറയുന്നതനുസരിച്ച് ഈ വർഷത്തെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ 3 ദിവസങ്ങൾ ജൂലൈ 9, ജൂലൈ 22, ഓഗസ്റ്റ് 5 എന്നിവയാണ്. ഈ ദിവസത്തിൽ ദൈർഘ്യം എന്ന് പറയുന്നത് സാധാരണ 24 മണിക്കൂറിനേക്കാൾ ഏകദേശം 1.51 മില്ലി സെക്കൻഡ് കുറവായിരിക്കും. ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിചിത്രമായി തോന്നാം. എങ്കിലും ഭൂമിയുടെ ഭ്രമണം എല്ലായ്പ്പോഴും ദീർഘകാലയളവിൽ മാറിയിട്ടുണ്ട്. മാത്രമല്ല, ഈ സ്ഥിതി തുടർന്നാൽ 200 ദശലക്ഷം വർഷം കഴിയുമ്പോൾ ഭൂമിയിലെ ഒരു ദിവസം എന്ന് പറയുന്നത് ഏകദേശം 25 മണിക്കൂർ നീണ്ടു നിൽക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ ഗവേഷണത്തിലൂടെ കണ്ടെത്തിയത്. സാധാരണയായി 24 മണിക്കൂർ അഥവാ 86,400 സെക്കൻഡ് ദൈർഘ്യമുണ്ട് ഒരു ദിവസത്തിന്. പക്ഷേ അത് പൂർണ്ണമായും കൃത്യമല്ല. അതായത് പല കാര്യങ്ങൾക്കും ഭൂമിയെ അല്പം വേഗത്തിലോ സാവധാനത്തിലോ കറക്കാൻ കഴിയുമത്രേ. അതിൽ ഭൂകമ്പങ്ങൾ, അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ, വേലിയേറ്റങ്ങൾ, ഭൂഗർഭ മാറ്റങ്ങൾ എന്നിവ പോലുള്ള ഘടകങ്ങളും സ്വാധീനിക്കും. മാത്രമല്ല, ഏകദേശം 2020 മുതൽ അസാധാരണമായ എന്തോ ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. എന്തായാലും ഭൂമിയുടെ അപ്രതീക്ഷിത വേഗം വർദ്ധിപ്പിക്കൽ ശാസ്ത്രലോകത്തെയും വിദഗ്ധരെയും അമ്പരപ്പിച്ചിരിക്കുകയാണ്. ശാസ്ത്രലോകത്തെ കണ്ടുപിടുത്തത്തിൽ പറയുന്നതനുസരിച്ച് ഭൂമിയുടെ അകക്കാമ്പിൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ ധ്രുവങ്ങളിലെ മഞ്ഞുരുകുന്നത് പോലുള്ള കാര്യങ്ങളും ഉപരിതല മാറ്റങ്ങളും ഇതിനെ ബാധിക്കുമെന്നും ശാസ്ത്രജ്ഞർ ആശങ്കയോടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ സമുദ്രത്തിലെയും അന്തരീക്ഷത്തിലെയും മാറ്റങ്ങൾ ഈ വേഗത വർധനയെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്തിയിട്ടില്ല. ഇങ്ങനെയാണെങ്കിലും കാലക്രമേണ ഭൂമിയുടെ ഭ്രമണം സാവധാനത്തിലാകുക എന്നതാണ് ദീർഘകാല സ്വാഭാവികമായുള്ള പ്രവണത. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.